പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നാം ദിവസവും കാണുന്ന നൂറുകണക്കിന് ആളുകളിൽ ഒരാളെ പ്രത്യേകിച്ച് നോക്കിപ്പോകുന്നത്, പ്രത്യേകമായി കണ്ണിലുടക്കുന്നത് പെട്ടെന്നാവും. ആ ആളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഫ്രെയിമിൽ നിന്ന് സൂം ഔട്ട് ആയിട്ടായിരിക്കും പിന്നെ നമ്മൾ കാണുക. പിന്നെ ഓർക്കുന്നതും മിണ്ടുന്നതുമെല്ലാം ആ വ്യക്തിയെക്കുറിച്ചായിരിക്കും. രാജി ജിമ്മിനെ അങ്ങനെ കണ്ടുപോയി. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് സുശീലയെ പുലാവുനൂറി പിക്നിക്കിലേക്ക് കൂട്ടുന്നത്. എന്നാൽ ജിമ്മിനോട് തോന്നിയ ബാലിശ്യമായ കൗതുകത്തിനപ്പുറം ഉണ്ണിയുടെ വ്യക്തിത്വത്തിന്റെ മാസ്മരികതയും ഗാംഭീര്യവും ആഴത്തിലുള്ള ചിന്തകളും രാജിയുടെ മനസ്സിൽ രാജി അറിയാതെ തന്നെ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വായിക്കാം. 3-ാം ഖണ്ഡം 2-ാം അധ്യായം 1-ാം ഭാഗം. പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന കരയിലെ കെട്ടിടങ്ങൾ ഒപ്പം ഓടിയെത്താൻ ശ്രമിക്കുകയാണെന്ന് തോന്നും ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ. ബോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതിനൊപ്പം അവയും ആടുന്നുണ്ട്. ചിലപ്പോൾ ദൃഷ്ടിപഥത്തിൽ നിന്ന് വീണു പോകുന്നു, ഉടനെ തന്നെ ഉയർന്നു വരികയും ചെയ്യും. റെസ്റ്റ് ഹൗസിന്റെ മുൻപിലുള്ള കാറ്റാടി വ്യക്തമായി കാണാം. അത് പതുക്കെ പതുക്കെ തിരിയുന്നുണ്ട്. നോട്ടം മതിയാക്കി ബൈനോക്കുലർ തിരിച്ചു കൊടുക്കാൻ ഭാവിക്കുമ്പോൾ രാജിക്ക് പെട്ടെന്ന് തോന്നി സ്വന്തം വീട് കാണാമോ എന്ന് നോക്കണമെന്ന്. വീണ്ടും ഉന്നം പിടിക്കുമ്പോൾ ബോട്ട് വല്ലാതെയൊന്ന് വെട്ടി നിൽപ്പുറയ്ക്കാതെ വീഴാൻ പോയി. അഴിയിലേക്ക് കൈ നീട്ടിയപ്പോഴേക്കും പിറകിൽ നിന്നിരുന്ന ജിം തോളത്ത് പിടിച്ചു. താങ്ക് യു. രാജി പിന്നോക്കം നോക്കി പുഞ്ചിരി തൂകി. ജിം തല അല്പം ഒന്ന് കുനിച്ച് തമാശ വട്ടിൽ കൃതജ്ഞത സ്വീകരിച്ചു. എന്നിട്ട് ഇടത്തെ കൈകൊണ്ട് നെറ്റിയിൽ വീണ സ്വർണ്ണ മുടിച്ചുരുളുകൾ മാടി ഒതുക്കി. അവൾ വീണ്ടും ദൂരദർശിനിയിലൂടെ കരയിലേക്ക് നോക്കി. തഞ്ചോങ് ബസാറിലെ മേൽപ്പുരകൾക്ക് മീതെ ചായം മങ്ങിയ പഴയ കട്ടൗട്ടുകൾ പോലെ നിൽക്കുന്ന കുന്നിൻ ചെരുവിൽ അങ്ങിങ്ങ് ചില വെള്ളച്ചുമരുകൾ കാണാം. മേലോട്ട് കയറും തോറും മരക്കൂട്ടങ്ങൾ മാത്രമേ കാണാനുള്ളൂ. വീട് കുന്നിന്റെ ഒത്ത നെറുകയുടെ സ്വല്പം താഴെയാണെന്നറിയാം, പക്ഷേ കാണാനില്ല. അത്ഭുതം തന്നെ. ബാൽക്കണിയിൽ നിന്നാൽ കായൽ അസലായി കാണാം. അപ്പോൾ ഇവിടെ നിന്നാൽ വീടും കാണേണ്ടതല്ലേ? എനിക്ക് കാണാനില്ല. എന്താ നോക്കണത്? എന്റെ വീട്. ജിം മറുപടി പറഞ്ഞില്ല. കണ്ണിന് മീതെ കൈവച്ച് വെയിൽ മറച്ചു പിടിച്ചുകൊണ്ട് തിരയുകയാണ്. അല്പം കഴിഞ്ഞ് പെട്ടെന്ന് ചൂണ്ടിക്കെട്ടി. അതാ. എവിടെ? അതാ. ഇടത്തെ കൈ തോളത്ത് വെച്ച് വലത്തെ കൈ ഉയർത്തി നീട്ടി. ആ വലിയ വെളുത്ത ചുമരിന്റെ മീതെയായി ഒരു ചുമപ്പ് രാശി കാണുന്നില്ലേ? അതിന്റെ മുകളിലായിട്ട് നോക്കൂ. ബൈനോക്കുലോസ് ഇല്ലാതെ തന്നെ എനിക്ക് കാണാനുണ്ട്. ജിം ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് കുഴൽ തിരിച്ചു പിടിച്ചു. കുറെ മരങ്ങളല്ലാതെ ഒന്നും കണ്ണിൽപ്പെട്ടില്ല. എനിക്ക് കാണാനില്ല. ദാ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച് ഇത്തിരി ഉയർത്തു. ജിം കൈ ചേർത്ത് പിടിച്ച് ഉന്നം ശരിയാക്കി. ഇപ്പോൾ കാണുന്നില്ലേ? ഇല്ല. ഇപ്പോഴോ? ഒന്നും കണ്ടില്ല. എങ്കിലും ഉവ്വൊന്ന് തലയാട്ടി. ജിമ്മിന്റെ പിടുത്തം ഒഴിവാക്കാൻ. ആ പിടുത്തത്തിന് ആവശ്യത്തിലും ഇത്തിരി കൂടുതൽ മുറുക്കമുണ്ട്. അസ്വസ്ഥതയുണ്ടാക്കുന്ന ചൂടുണ്ട്. മുടിച്ചുരുളുകൾക്കിടയിലൂടെ കാതിലും കവിളത്തുമേൽക്കുന്ന നിശ്വാസവും അസ്വസ്ഥജനകമാണ്. സൂക്ഷിക്കണം. കളിച്ച് ഇപ്പോൾ നല്ലോണം കാണാനുണ്ട്. പിടിവിടുവിച്ച് തനിയെ നോക്കി. ഒന്നും കണ്ടില്ല. എങ്കിലും തൊങ്ങല് ചേർത്തു. പനകളുടെ പട്ടയും കൂടി കാണാം. ഇതാ നോക്കൂ. ബൈനോക്കുലോസ് ജിമ്മിന് കൊടുത്ത് ബോട്ടിന്റെ മേൽപ്പുരയിൽ പിടിച്ചു കാലുറപ്പിച്ചു നിന്നു. ജിം അടിചാരി നിന്ന് അതിലൂടെ കരയും കുന്നും മാറി മാറി നോക്കി. ഉവ്വ്, വ്യക്തമായി കാണാനുണ്ട്. കണ്ണിന് നേരിയ കഴപ്പ് തോന്നുന്നു. ഏറെ നേരം നോക്കിയത് കൊണ്ടാവാം. ബോട്ട് കായലിന്റെ നടുവിലൂടെ ഒരേ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മൂട്ടിലുള്ള പ്രൊപ്പല്ലർ ഉഴുതുമറിച്ചിട്ട നുരയും പതയും പിന്നിൽ നീണ്ട വാലാട്ടുന്നു. തുന്നൽ യന്ത്രം ഞൊറി തയ്ച്ച് തള്ളുന്നതാണ് ഓർമ്മ വരുന്നത്. കാഞ്ചന ടീച്ചർ ജരിക വെച്ച് പിടിപ്പിക്കുന്നു പാവാടയിൽ. സുന്ദരമായ കാഴ്ച അല്ലേ? അതെ. ഇനിയും നോക്കണോ? വേണ്ട, ജിം നോക്കിക്കോളൂ. തഞ്ചോങ് ബസാറിലെ കുന്നുകൾക്ക് പിറകിൽ സൂര്യൻ കുറേയേറെ പൊങ്ങിക്കഴിഞ്ഞു. കണ്ണഞ്ചിക്കുന്ന വെയിൽ കായലാകെ ഒരു വെള്ളിപ്പാളിയാക്കി തീർത്തിരിക്കുന്നു. മുഖത്തടിക്കുന്ന കാറ്റിന് നല്ല തണുപ്പ്. തലയിൽ കെട്ടിയ സ്കാർഫ് പറന്നുപോവില്ലല്ലോ. 1-2 തവണ തൊട്ടു നോക്കി. ജിം ബൈനോക്കുലറിലൂടെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. മിസ്റ്റർ ഉണ്ണി പക്ഷി നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ്. പുലാവുനൂറിയിലേക്ക് പോകുന്നതും എന്തോ നിരീക്ഷണത്തിനാണ്. താഴെ ക്യാബിനിലെ ബെഞ്ചിലിരുന്ന് പ്രിയയും ജയനും കൊതിയോടെ നോക്കുന്നു. അവർക്ക് പുറത്തു വരാൻ അനുവാദമില്ല.
ഒരിക്കൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതാണ്, അത്ര മതി എന്നാണ് മിസ്റ്റർ ഉണ്ണിയുടെ ശാസന. അദ്ദേഹം ക്യാബിന്റെ അപ്പുറത്താണ്, ബോട്ടിന്റെ അണിയത്ത്. ഇവിടെ നിന്നാൽ കണ്ടുകൂടാ. കൂടെ അശോകനുമുണ്ട്. സുശീലയും അങ്ങോട്ട് പോയിരിക്കുന്നു. കൂട്ടിനു വേണ്ടി ലീവ് എടുപ്പിച്ചു കൊണ്ടുവന്നതാണ്, ജിമ്മിനെ കഴിയുന്നത്ര ഒഴിഞ്ഞുമാറാനൊരു ഉപാധിയായിട്ട്. പക്ഷേ അവൾ കള്ളി മനഃപൂർവ്വം തന്നെ വിട്ട് അപ്പുറത്തേക്ക് പോയതാണ്. ജിമ്മും താനും ഒറ്റയ്ക്കായിക്കൊള്ളട്ടെ എന്ന ഉദ്ദേശത്തോടെ. സൂത്രക്കാരി. അവൾ ജിമ്മിനെ ചൂന്നു കഴിഞ്ഞിരിക്കുന്നു. ഹീ സ്വീറ്റ് ഓൺ യു ലാ. ഇക്ലി ചിരിച്ചുകൊണ്ടാണ് സുശീല പറഞ്ഞത് തനിക്കത്ര രസിച്ചില്ല. അവൾ അതിപരിചയം ഭാവിക്കുന്നു. അത്രയ്ക്ക് തമ്മിൽ അടുത്തിട്ടൊന്നുമില്ല. ഇടയ്ക്ക് കായൽക്കര വെച്ച് കാണും. ഒരു തവണയോ മറ്റോ ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. അതും വെച്ച് ഇത്ര സ്വാതന്ത്ര്യം കാണിക്കുകയോ? സേവ പിടിക്കാൻ അതിലോക്യം ഭാവിക്കുന്ന എക്സ്ട്രാ നടികളെയാണ് സുശീലയുടെ പെരുമാറ്റം ഓർമ്മിപ്പിക്കുന്നത്. രാജി ചേച്ചി, പ്രിയ വിളിച്ചു ചോദിച്ചു. ഞാനും വരട്ടെ? എന്നോട് ചോദിക്കേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. ക്യാബിന്റെ അങ്ങേപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അച്ഛനോട് ചോദിക്കൂ. താൻ സമ്മതം കൊടുത്താൽ മിസ്റ്റർ ഉണ്ണി ഒന്നും പറയില്ല. എങ്കിലും അദ്ദേഹത്തെ മറികടന്നുകൂടല്ലോ. പ്രിയയുടെ മുഖം വാടി. അവൾ ക്യാബിന്റെ ജനൽപ്പടിയിൽ കൈമുട്ടൂന്നി താടി താങ്ങി പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ജയനെപ്പോലെ. ക്യാബിനിൽ വലിയ തിരക്കില്ല. സുജാക്ക് ഒരു മൂലയിൽ ഇരുന്ന് ഉറങ്ങുന്നു. ഇത്ര രാവിലെ തന്നെ? അപ്പുറത്ത് 2 വയസ്സൻ ചീനന്മാരുണ്ട്. എതിരെയുള്ള ബെഞ്ചിൽ ചീനത്തികളും മലായിക്കാരികളും ഇടകലർന്നിരിക്കുന്നു. അവരുടെ മുൻപിൽ പച്ചക്കറിയും ഇറച്ചിയും മറ്റും നിറച്ച കുട്ടകളുണ്ട്. തഞ്ചോങ് ബസാറിലെ ചന്തയിൽ നിന്ന് മടങ്ങുന്നവരാണ്. ക്യാബിന്റെ നിലത്ത് കയർച്ചുരുളുകളും ഒഴിഞ്ഞ പെട്രോൾ ടിന്നുകളും അടുക്കി വെച്ചിട്ടുണ്ട്. എഞ്ചിനെണ്ണയുടെയും പുകയുടെയും ദുർഗന്ധം അസഖ്യമാണ്. അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് പ്രിയയുടെ സമീപത്തിരിക്കാമായിരുന്നു. ബൈനോക്കുലറിലൂടെയുള്ള നോട്ടം മതിയാക്കി ജിം കൈത്തണ്ടയെ കെട്ടിയ വാച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, 15 മിനിറ്റിനകം ഭാസി കൂണിങ്ങിലെത്തും. പിന്നെയും വേണം അരമണിക്കൂർ. നടാടെയാണ് ജിം വാച്ച് കെട്ടി കാണുന്നത്. ഇങ്ങനെയൊരു സാധനം ഉള്ളതായി അറിഞ്ഞിരുന്നില്ല. 3 ഇഞ്ചെങ്കിലും വീതി വരുന്ന കറുത്ത തോൽപ്പട്ട, അതിൽ ടൈംപീസോളം പോന്ന വാച്ച്. ഒരു ഭംഗിയുമില്ല. പക്ഷേ ആകപ്പാടെ കയ്യിന് നല്ല യോജിപ്പുണ്ട്. വാൾപ്പയറ്റിൽ ഇറങ്ങുന്ന വീരപ്പ കൈത്തണ്ടയിലണിയുന്ന തോലുറ പോലെ. രാജി മുൻവശത്തേക്ക് വരുന്നോ? ഇല്ല. വക്കത്തുകൂടി നടക്കാൻ പേടിച്ചിട്ടാണോ? ഞാൻ പിടിക്കാം. നിഷേധാത്മകമായി തലയാട്ടി. ആ പിടുത്തത്തെയാണ് ഭയപ്പെടുന്നത്. അത് പറഞ്ഞുകൂടല്ലോ. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമെന്ത്? താൻ അത്ര ദുർബലയാണോ? ശരി, ജിം പുറപ്പെട്ടു. ഞാൻ ഇപ്പം വരാം. മുൻപിൽ ചെന്ന് നിന്നും ഒന്ന് നോക്കട്ടെ. ക്യാബിന്റെ പുറത്ത് ഇരുവശത്തും വീതി കുറഞ്ഞ വഴിയേ ഉള്ളൂ. ഒരു കാൽ കഷ്ടിച്ച് വെക്കാവുന്നത്ര മാത്രം വീതിയുള്ള പലക. പിടിക്കാൻ അഴികളില്ല. ക്യാബിന്റെ മേൽപ്പുരയിൽ പിടിച്ചു വേണം നടക്കാൻ. ബോട്ട് ഉലയുമ്പോൾ ഭയമാവും. പക്ഷേ ജിം യാതൊരു കൂസലുമില്ലാതെയാണ് കടന്നു പോകുന്നത്. വിദഗ്ധനായ നാവികനെ പോലെ. കാറ്റത്ത് പാറുന്ന മുടിച്ചുരുളുകൾ വെയിലത്ത് സ്വർണ്ണ കസവ് പോലെ തോന്നിക്കുന്നു. തുറന്ന കായലിന്റെയും തെളിഞ്ഞ ആകാശത്തിന്റെയും പശ്ചാത്തലത്തിൽ ജിമ്മിന്റെ ചടച്ചു നീണ്ട ശരീരം അത്യന്തം ആകർഷകതയുള്ളതാണ്. അപ്പുറത്ത് കടന്നുപോയിട്ടും ആ രൂപം തികച്ചും കണ്ണിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്ന് തോന്നി. നീല നിറത്തിലുള്ള കൗബോയ് കാലുറയാണ് ധരിച്ചിട്ടുള്ളത്. തന്റെ ജീൻസിന്റെ നിറം തന്നെ. പറഞ്ഞൊത്തതുപോലെ ഒരേ നിറം. അതാലോചിച്ചപ്പോൾ ലജ്ജ തോന്നി. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. പക്ഷെ ചിന്തിച്ചു പോകുന്നു. ജിമ്മിനെ കാണുമ്പോഴെല്ലാം എന്ത് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, എന്ത് നിറം, എന്ത് ഫാഷൻ എന്നൊക്കെ ശ്രദ്ധിച്ചു പോകുന്നു. ഒരുപക്ഷെ ജിമ്മിന് അല്പം മാറ്റം വന്നിട്ടുള്ളത് കൊണ്ടാവാം. പഴയ മുഷിഞ്ഞ വേഷമൊന്നുമല്ല ഇപ്പോൾ. വേഷത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തീർച്ച. പതിറ്റടിപ്പൂവിന്റെ നിറമുള്ള ഷർട്ടാണ് ഇന്ന് ധരിച്ചിരിക്കുന്നത്. അതിൽ നെടുകെ കറുത്ത വരകൾ, വലിയ ബുൾഡോസറിന്റെ ചെവി പോലുള്ള കോളറുകൾ. കഴുത്തിൽ മാലയില്ല. മുടിയും മീശയും ചീർപ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഉലഞ്ഞു തന്നെ കിടക്കുന്നു. പ്രത്യേകിച്ച് മുടി. അതാണ് ഭംഗിയും. ഇടയ്ക്കിടെയുള്ള ആ മാടി ഒതുക്കൽ കാണാൻ നല്ല രസമാണ്. ഇന്നാണ് ശ്രദ്ധിച്ചത്. കാട്ടാളന്മാരെ പോലെ നീട്ടിയ നഖങ്ങൾ ചെത്തിക്കളഞ്ഞിരിക്കുന്നു. സിഗരറ്റിന്റെ കറ പക്ഷെ അങ്ങനെ തന്നെയുണ്ട്. ഏതായാലും ആളൊന്ന് പരിഷ്കരിച്ചിരിക്കുന്നു. മിസ്റ്റർ ഉണ്ണി പറഞ്ഞു, ജിം ഈസ് ഫാസ്റ്റ് ബിക്കമിങ് എ സ്ക്വയർ. ബോട്ട് കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹം ഹിപ്പി ശൈലി ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നു. നമ്മൾക്കുള്ള ഒരേ ഒരു ഹിപ്പി നഷ്ടപ്പെടുന്നത് പോലെയുണ്ട്. ആരാണാവോ ഇതിന് ഉത്തരവാദി? തന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. സൂചന വ്യക്തമായിരുന്നു. അശോകനും ഒരു പൂള് തിരികി. അതെ, ശരിയാണ്.
ആരാണെന്ന് രാജിക്കറിയാമോ? ഞാനല്ല, സുശീലയും ചേർന്നു. ഞാൻ അടുത്ത് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എല്ലാവരും ചിരിച്ചു. തന്നെ കൊത്തിപ്പെറുക്കുകയാണ്. ഇതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്ന ഭാവത്തിൽ നിന്നു. പക്ഷെ മുഖമാകെ പൊള്ളുന്നത് പോലെ തോന്നിയിരുന്നു. ഞാൻ പറയാം, ജിം കപട ഗൗരവത്തിൽ പറഞ്ഞു. പ്രിയാണ്. ഞാൻ അവളോട് കഴിഞ്ഞ ആഴ്ച വിവാഹാഭ്യർത്ഥന നടത്തി. അവൾ പറഞ്ഞു, ഞാൻ പരിഷ്കാരിയായി നടന്നെങ്കിലേ എന്നെ സ്വീകരിക്കൂ എന്ന്. അല്ലേ കുഞ്ഞോമനെ? ജിം കുനിഞ്ഞ് പ്രിയയുടെ നെറുകയിൽ ചുംബിച്ചു. എല്ലാവരും ഉറക്കെ ചിരിച്ചു, താനടക്കം. എത്ര എളുപ്പത്തിലാണ് ജിം അസുഖകരമായ ഒരു ഇടുക്കിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത്. അസാമാന്യ വ്യക്തിപ്രഭാവമുണ്ട് ജിമ്മിന്. ജീവിതത്തിന്റെ ലക്ഷ്യമില്ലായ്മയെക്കുറിച്ചും അസ്തിത്വത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും മറ്റും തത്വപ്രവചനം ചെയ്യുമ്പോഴുള്ള ഗൗരവഭാവവും ഫലിതം പൊട്ടിക്കുമ്പോഴുള്ള ലാഘവവും ഒരേ വ്യക്തിയുടെ രണ്ട് മുഖങ്ങളാണെന്ന് വിശ്വസിക്കാൻ ഞെരുക്കമാണ്. അത്രയ്ക്ക് വൻപിച്ച രാസപരിണാമമാണ് സംഭവിക്കുക. അതേപോലെ അശോകനോട് കർണാടക മട്ടിലുള്ള ഹിപ്പി ശൈലിയിൽ സംസാരിക്കുന്ന ജിം തന്നോട് എത്ര സുന്ദരമായ ശുദ്ധമായ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അമേരിക്കക്കാരുടെ ഉച്ചാരണ വൈകല്യങ്ങൾ പോലും കാണില്ല. പെരുമാറ്റമോ? മനസ്സുകൊണ്ട് നാക്ക് കടിച്ചു. പിന്നെയും ജിമ്മിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ചിന്തിക്കില്ലെന്ന് 100 വട്ടം മനസ്സിൽ പറഞ്ഞുറപ്പിച്ചാലും മനോരാജ്യം ആ വഴിക്ക് വഴുതിപ്പോകുന്നു. അപകടമാണ്, നിയന്ത്രിക്കണം. ഒരിക്കൽ കൂടി പടുകുഴിയിലേക്ക് വയ്യ, ഒരിക്കലും വയ്യ, അരുത്. ക്യാബിനിലേക്ക് പടികളിറങ്ങി. ബോട്ട് പാസിർ കൂണിങ് പിന്നിട്ട് കുറച്ച് ചെന്നപ്പോൾ വല്ലാതെ ഉലയാൻ തുടങ്ങി. അഴിമുഖം വിട്ട് പുറംകടലിൽ കടന്നുവെന്ന് തോന്നുന്നു. അതാവാൻ കാരണം കുപ്പിയിൽ നിന്ന് ഊരിപ്പോയ അടപ്പ് പോലെ വിലങ്ങനെ കിടപ്പുണ്ട് പുലാവ് നൂറിയെങ്കിലും ശക്തിയിൽ കാറ്റ് വീശുന്നുണ്ട്. അലകൾക്ക് നല്ല ഉയരമുണ്ട്. കുറേശ്ശെ ഭയം തോന്നുന്നു. ക്യാബിനിൽ തിരക്കേയില്ല. എതിരെയുള്ള ബെഞ്ചിലുണ്ടായിരുന്നവരെല്ലാം പാസിർ കൂണിങ്ങിൽ ഇറങ്ങി, ഒരു ചീനത്തി ഒഴികെ. പകരം കയറിയത് ഒരു ചീനനും 2 മലായിക്കാരികളും മാത്രമാണ്. സ്ത്രീകൾ ഇരുവരും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. അവരുടെ കുട്ടകളിൽ നിന്ന് വെള്ളം ഒലിച്ചിരുന്നു. മത്സ്യത്തിന്റെ നാറ്റം ഉയരുന്നതുമുണ്ട്. എല്ലാ നാറ്റവും കൂടി അസഖ്യം. ഛർദ്ദിക്കാൻ വരുന്നു. പുറത്തേക്ക് തലയിട്ടിരിക്കേ രക്ഷയുള്ളൂ. ബെഞ്ചിൽ താൻ ഒറ്റയ്ക്കാണ്. പാസിർ കൂണിങ്ങിൽ ബോട്ട് നിന്നപ്പോൾ എഴുന്നേറ്റുപോയ പ്രിയയും ജയനും തിരിച്ചെത്തിയിട്ടില്ല. മറ്റുള്ളവരുടെ ഒപ്പം പുറത്താണ്. പെട്ടെന്ന് മുഷിവും ഏകാന്തതയും തോന്നി. ഏകാന്തത ഭയങ്കരമാണ്. തിരിഞ്ഞു നോക്കുന്നിടത്തൊക്കെ ഇരുട്ട് മാത്രമാണ് കാണുക. കൂട്ടിനു വേണ്ടിയാണ് സുശീലയെ കൊണ്ടുവന്നത്. അവൾ തന്റെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണെന്ന ഭാവത്തിൽ അവിടെ സൊള്ളിക്കൂടിയിരിക്കുകയാണ് അശോകന്റെ അടുത്ത്. മിസ്റ്റർ കൃഷ്ണുണ്ണി ബോട്ടിൽ കയറിയ ശേഷം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മൂപ്പരും വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് തോന്നുന്നു. താനും ജിമ്മുമായി എന്തൊക്കെയോ ഉണ്ടെന്ന് ധരിച്ച് വശായിട്ടുള്ളതുപോലെയുണ്ട്. ചോദിച്ചത് കണ്ടില്ലേ? ആരാണാവോ ഉത്തരവാദി? നോട്ടം തന്റെ നേരെ. ജിമ്മും അത് മനസ്സിലാക്കിയ പോലെയാണ് പെരുമാറുന്നത്. ബൈനോക്കുലറുമായി ഇത്തിരി നേരം വന്നതൊഴിച്ചാൽ അകന്നൊഴിഞ്ഞ് നിൽക്കുക തന്നെയാണ്. അത് വലിയൊരു സമാധാനം. അതേസമയം ആലോചിച്ചപ്പോൾ ഒരസുഖവും. കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ മട്ടാണ്. അടുക്കുന്നു എന്നൊരു തോന്നൽ. ആ തോന്നലിൽ ഒരു രസം തോന്നുമ്പോൾ ഞെട്ടൽ, ഭയം. ഏറ്റവും ഭയം ജിമ്മിന്റെ ചിലപ്പോഴത്തെ നോട്ടമാണ്. ആ നോട്ടവുമായി ഇടയുമ്പോൾ ഇമ്പം തോന്നും. പിന്നീട് ഉള്ളിലൊരു വിറയലാണ്. ഒറ്റയ്ക്കാവുമ്പോൾ ആ കണ്ണുകൾ തൻ്റെ പിറകിൽ എവിടെയോ ഉണ്ടെന്ന് തോന്നും. നിഷ്കളങ്കമായ ആരാധനാഭാവത്തോടെ, കുട്ടികളെപ്പോലെ ശുദ്ധമായ ആഹ്ലാദത്തോടെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടുള്ള ആ ഇരിപ്പ് കൂടെ കൂടെ ഓർത്തുപോവും. നിലത്ത് വളരെ വിഷമിച്ചു ചമ്രം പടിഞ്ഞ് തൻ്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ട്. ജിമ്മിന്റെ സാന്നിധ്യത്തിൽ പ്രിയയെ പഠിപ്പിക്കാൻ ലജ്ജ തോന്നും. ആലോചിച്ചാൽ അത്ഭുതമാണ്. എത്രയോ സദസ്സുകളെ നൃത്തം ചെയ്തിരിക്കുന്നു. തലൈമകളിൽ തന്നെ 2 ഡാൻസ് ഉണ്ട്. ഒന്ന് ശുദ്ധമായ ഭരതനാട്യം, മറ്റേത് ആലോചിക്കാൻ തന്നെ നാണമാവും. സ്വിം സൂട്ടിനേക്കാൾ വീതി കുറഞ്ഞ വസ്ത്രം ധരിച്ച് വൃത്തികെട്ട ഒരു ക്യാബറ ഡാൻസ്. ആ വേഷത്തിൽ ശ്യാമിനെ തഴുകലും പുണരലും. ശ്യാമാണെങ്കിൽ ഇത് തന്നെ തരമെന്ന് വെച്ച അസഖ്യം. അതും എത്ര പേരുടെ കൺമുമ്പിൽ വെച്ച്. പീതാംബരം, രാമദാസ്, ഫ്ലോറിലെ സമസ്ത ജോലിക്കാരും, ഹോട്ടലിൽ ഭക്ഷിക്കാനെത്തിയവരായി അഭിനയിക്കുന്ന എക്സ്ട്രാ നടികളും നടന്മാരും ഒരു സങ്കോചവും കൂടാതെ ചെയ്തു. ചുറ്റുമുള്ള കണ്ണുകൾ വെറും പളുങ്കു ഗോട്ടികളാണെന്ന് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് ജിമ്മിന്റെ മുമ്പിൽ സങ്കോചം, അതും പ്രിയയ്ക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ. അസംഭാവ്യം, അവിശ്വസനീയം. പക്ഷെ സംഭവിച്ചിരിക്കുന്നു.
ഒരുപക്ഷെ ജിമ്മിന്റെ കണ്ണുകൾ പളുങ്കുകോട്ടികളല്ലാത്തത് കൊണ്ടാവാം. അവയിൽ തന്നെ അസ്വസ്ഥമാക്കുന്ന എന്തോ ഒന്നുണ്ട്. മുറ്റി നിൽക്കുന്ന ശോകഭാവമാണോ? മെറിലിന്റെ കഥ പറഞ്ഞപ്പോഴാണ് ജിമ്മിന്റെ കണ്ണുകൾ ഈറനാവുന്നത് കണ്ടത്. ആദ്യമായിട്ടും അവസാനമായിട്ടും. അതിനു മുൻപ് ചിലപ്പോഴൊക്കെ വിഷാദഭാവം കണ്ടിട്ടില്ലെന്നല്ല, പക്ഷെ ശ്രദ്ധിക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കാൻ മറ്റ് പലതും ഉണ്ടായിരുന്നു താനും. വേഷം, നടപ്പ്, വർത്തമാനം, ചിരിയാണ് വരാറുള്ളത്. നേപ്പാളിൽ വെച്ച് കാണുകയുണ്ടായി ചില ഹിപ്പികളെ. മദിരാശിയിലും അപൂർവം ചില ഇമിറ്റേഷൻകാരുണ്ട്, ഭേദപ്പെട്ടവരുടെ മക്കൾ. ഇത്രയില്ല. എന്നാലും കൊറ്റനാടിനെ പോലെ താടി വെച്ച് തലമുടി നീട്ടി നടക്കുന്ന കോളേജ് കുമാരന്മാർ, യുവ സാഹിത്യകാരന്മാർ ഒക്കെ ഒരു പോസ്. അംബീസ് കഫേയിൽ നിന്നും വയറു നിറയെ മസാല ദോശ അടിച്ച് സിഗരറ്റും പുകച്ച് ചൈന ബസാർ റോട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ജീവിതത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് വാചാലമായി പ്രസംഗിക്കുന്നവർ. അവരെ നോക്കുമ്പോൾ ജിം അമ്മായി പറഞ്ഞതുപോലെ എത്ര നല്ല മനുഷ്യനാണ്. എങ്ങനെയൊക്കെ നടന്നാലും ഒടുവിൽ എത്ര അഗാധമായിട്ടാണ് മെർലിനെ സ്നേഹിച്ചത്. പുരുഷന്മാർക്ക് സ്നേഹിക്കാനേ അറിയില്ല, അവർ വെറും മാംസപ്പൂക്കുകളാണ് എന്ന ധാരണയ്ക്ക് ഉലച്ചിൽ തട്ടിയത് ജിമ്മിന്റെ കഥ കേട്ടപ്പോഴാണല്ലോ. ഇങ്ങനെയും പുരുഷന്മാരുണ്ട്, അതും അമേരിക്കയിൽ. അമേരിക്കയെക്കുറിച്ച് ഹോളിവുഡ് ചിത്രങ്ങളിൽ നിന്ന് സിദ്ധിച്ച ധാരണകൾ മുഴുവൻ ശരിയല്ലെന്ന് തോന്നുന്നു. അഥവാ മദിരാശിയും ഹോളിവുഡുമായി എന്താ വ്യത്യാസം? നല്ലതും കെട്ടവരും എല്ലായിടത്തും ഉണ്ടല്ലോ. രാജി ദീർഘമായെന്ന് നിശ്വസിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അലകൾക്ക് മീതെ അകലെ പുലാവുനൂറിയിലെ കുന്നിന്റെ നെറുക മാത്രമേ കാണാനുള്ളൂ. ദ്വീപ് കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ. ബോട്ട് ചെരിഞ്ഞാണ് പോകുന്നത്. വെള്ളം ജനാലയുടെ വക്കോളം തുളുമ്പിയെത്തുന്നു. ഒരു തുള്ളി ചുണ്ടത്ത് തെറിച്ചു വീണു. ഉപ്പുരസം. ജലത്തിന് പച്ചയും നീലയും കലർന്ന ഒരു ഇളം നിറമാണ്. ചാഞ്ഞു വീഴുന്ന സൂര്യരശ്മികൾ അതിൽ കുസൃതി കലക്കി ഒഴിക്കുന്നു. കണ്ണുകൾ ഇറുക്കുകയും തുറക്കുകയും ചെയ്യുന്ന പ്രതീതിയാണ്. ഫലിതം പറഞ്ഞു ചിരിക്കുന്ന ജിമ്മിന്റെ കണ്ണുകൾ. വെള്ളക്കാർക്ക് പല നിറത്തിലുള്ള കണ്ണുകളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. നീലക്കണ്ണുകൾ, ചാരനിറത്തിലുള്ള കണ്ണുകൾ, ഉരുക്കിന്റെ നിറത്തിലുള്ള കണ്ണുകൾ, തവിട്ട് നിറത്തിലുള്ള കണ്ണുകൾ ഒക്കെ വെറും ഭാവനയാണെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ മനസ്സിലാവുന്നു അത് ശരിയാണെന്ന്. ഇന്ത്യക്കാർക്കും പല നിറത്തിലുള്ള കണ്ണുകൾ ഉണ്ടായിരിക്കാം. ശ്രദ്ധിച്ചിട്ടില്ല. വാസുവേട്ടന്റെ കണ്ണുകൾ തടിച്ച കണ്ണടയും കറുത്ത കൂട്ടുപുരികങ്ങളും മാത്രമേ ഓർമ്മയിൽ വരുന്നുള്ളൂ. എന്ത് നിറമായാലും വഞ്ചനയാണ് അതിൽ കുടികൊണ്ടിരുന്നത്. മയക്കി ഉരുക്കി ഒടുവിൽ വേണ്ട, അതൊന്നും ഓർക്കണ്ട. തിരിഞ്ഞിരുന്നു. എതിരെയുള്ള മലായിക്കാരികൾ വർത്തമാനം പൊടിപൊടിക്കുന്നു. എഞ്ചിന്റെ ശബ്ദം മൂലം കേൾക്കില്ല. കഥകളി കാണുന്നത് പോലെയാണ്. അപ്പുറത്ത് ഡക്കിൽ കാലുകൾ കാണാം. പ്രിയയുടെ, ജയന്റെ, സുശീലയുടെ സാരിത്തുമ്പ്, ജിമ്മിന്റെ കാലുറകൾ നീല. അതിനേക്കാൾ നീലിച്ചതാണ് കണ്ണുകൾ. വിഷാദഭാവം വരുമ്പോൾ ഒന്നുകൂടി കറുക്കും. കുസൃതി പറഞ്ഞു ചിരിക്കുമ്പോൾ ഇന്ദ്രനീല കല്ലുപോലെ വെട്ടിത്തിളങ്ങും. അത്ഭുതത്തോടെ ആരാധനഭാവത്തോടെ തന്നെ നോക്കിയിരിക്കുമ്പോൾ തനി തീർത്ഥക്കുളം തന്നെ. അപ്പോൾ അവ ആത്മാവിന്റെ ജാലകങ്ങളാണ്. ഇതെന്റെ കണ്ടുപിടുത്തമല്ല, ജിം പറയുന്നു. കണ്ണുകൾ ആത്മാവിന്റെ ജാലകങ്ങളാണെന്ന് മുൻപേ പലരും പറഞ്ഞിട്ടുള്ളതാണ്. ആത്മാവിന്റെ നൈർമല്യവും അശുദ്ധിയും കണ്ണുകളെ കാണാൻ കഴിയുമെന്നും. പക്ഷേ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളിൽ മാത്രമേ അത് നാം മനസ്സിലാക്കുന്നുള്ളൂ. മിസ്റ്റർ ഉണ്ണിയുടെ വീട്ടിലെ കായൽക്കരയിൽ മെനഞ്ഞാന്ന് സന്ധ്യയ്ക്ക്. ഏതോ സിനിമയിലെ രംഗം പോലെ. മറുപടി പറയുന്നില്ല. പാർക്കിലെ വിളക്കുകളിലേക്ക് നോക്കിക്കൊണ്ടു നിൽക്കുന്നു. കാറ്റത്ത് പറക്കുന്ന സാരിത്തുമ്പ് ഒതുക്കിക്കൊണ്ട്. ജിം തന്റെ കണ്ണുകളിലേക്ക് താനറിയാതെ എപ്പോഴെങ്കിലും ഉറ്റു നോക്കിയിട്ടുണ്ടോ? എങ്കിൽ ആത്മാവ് കണ്ടിരിക്കുമോ? അവിടെ കണ്ടതെന്ത്? ശുദ്ധിയോ അശുദ്ധിയോ? അശുദ്ധി കണ്ടിരിക്കാൻ ഇടയില്ല. അല്ലെങ്കിൽ കണ്ണിൽ നോക്കി ആത്മാവിന്റെ ആഴം അളക്കുക. ചിരി വരുന്നു. ഇങ്ങനെ ചിലതൊക്കെയുണ്ട് ജിമ്മിന്റെ കയ്യിൽ. ആര് പറഞ്ഞു പഠിപ്പിച്ചതാണാവോ? ചിലപ്പോൾ കുട്ടികളെ പോലെയാണ്. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും. പരകായ പ്രവേശനത്തിന് കഴിവുള്ള യോഗികൾ ഇന്ത്യയിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ദൃഢമായി വിശ്വസിക്കുന്നു മൂപ്പർ. തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ തനിപ്പാവത്താനാണ്. റിയലി നായവ്. ചിരി വന്നു. ജനാലപ്പടിയിൽ കൈവച്ച് അതിൽ താടി ഊന്നി വിദൂരതയെ നോട്ടമുറപ്പിച്ച് അനങ്ങാതെയിരുന്നു. പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന അലകൾക്ക് പിന്നിൽ മുങ്ങുകയും നിവരുകയും ചെയ്യുന്ന പുലാവുനൂറിയെയും മേഘത്തുണ്ടുകളെ മുറത്തിലിട്ട് ചേർന്ന ആകാശത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ
ചുണ്ടുകൾ അറിയാതെ തന്നെ മൂളിപ്പാട്ട് പാടിപ്പോയി. മലരമ്പൻ അറിഞ്ഞില്ല, മധുമാസം അറിഞ്ഞില്ല, മലർചൂടി എൻ മനസ്സിലൊരു മോഹം. അധരം അറിഞ്ഞില്ല, ഹൃദയം അറിഞ്ഞില്ല, അറിയാതെ മൂളിപ്പോയി ഒരു രാഗം. ഉപ്പിൻ്റെ ചുവയുള്ള കടൽക്കാറ്റിൽ ആ മൂളൽ അലിഞ്ഞു ചേർന്നപ്പോൾ ചെവിയോർത്തു. പുറകെ മറ്റൊരു ശബ്ദം ഉയരേണ്ടതാണ്. ഇളങ്കാറ്ററിഞ്ഞില്ല, ഇലകൾ അറിഞ്ഞില്ല. വീണ്ടും ചെവിയോർത്തു. ആകെ കേൾക്കുന്നത് 1000 വണ്ടുകൾ ഒന്നിച്ചൊരു തുളയിലിരുന്ന് മൂളുന്നത് പോലെ ചെവി അടപ്പിക്കുന്ന വിരസമായ ചീറൽ മാത്രമാണ്. മോട്ടോറിന്റെ ചീറൽ. സ്ഥലകാലബോധം വന്നപ്പോൾ പെട്ടെന്ന് എണീറ്റിരുന്നു. നെഞ്ഞ് ജനാലപ്പടിയിൽ അമർത്തി കിടന്നതുകൊണ്ടാവാം നേരിയ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. 2-3 വട്ടം ദീർഘമായി ശ്വസിച്ചു, ഉച്ഛ്വസിച്ചു. മൂളിയ പാട്ടിനെ കുറിച്ച് ഓർത്തു. അതിലെ വരികൾ ഓരോന്നായി വീണ്ടും മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞടുങ്ങി. ഒരു മോഹം, ഒരു രാഗം. എന്താണ് ആലോചിച്ചിരുന്നത്? ആരെപ്പറ്റി? ജിം. ദൈവമേ, എന്താണ് ആലോചിച്ചു പോയത്? ഇനി ഒരിക്കലും ആലോചിക്കില്ല, മനസ്സിനെ കടിഞ്ഞാണയച്ച് വിടില്ല എന്ന് ശപഥം ചെയ്തിട്ട് എന്തായിപ്പോയി? എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ മനസ്സൊന്ന് പിടിച്ചു നിർത്തിത്തരണേ. എന്നെ വീണ്ടും വേദനിപ്പിക്കല്ലേ, അതിനിടവരുത്തല്ലേ. കരച്ചിൽ വന്നത് ചുണ്ടു കടിച്ചമർത്തി. ഒരു മോഹം, ഒരു രാഗം. പണ്ട് മൂളാറുള്ളതാണ്. വാസുവേട്ടനാണ് റെക്കോർഡ് കൊണ്ട് തന്നത്. വെച്ച് കേൾക്കാൻ ഇഷ്ടമായിരുന്നു. ഒപ്പം പാടും. ഇളങ്കാറ്ററിഞ്ഞില്ല എന്ന വരിയെത്തുമ്പോൾ നിർത്തും. മിണ്ടാതിരുന്ന് കേൾക്കും. ഇവിടെ ഒരു പാട്ടുകാരൻ മറഞ്ഞു നിന്നു. വാസുവേട്ടനത് പാടുന്നെന്ന് സങ്കല്പിക്കും. കണ്ണടച്ചിരുന്ന് സങ്കല്പിക്കും. പാട്ടിന്റെ പരിമളം പൂശിയ ചിറകിന്മേൽ പറന്നു പറന്ന് മഴവില്ലുകളുടെ മായാലോകത്തെത്തും. സ്വർഗകുമാരികളായ സ്വപ്നങ്ങളുടെ കൂടെ ചിത്രശലഭത്തെ പോലെ തുള്ളിക്കളിക്കും. പക്ഷെ ഇന്ന് പാടില്ല. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും. ഇനി പാടാനുള്ളത് വേദനകളുടെ പാട്ടാണ്. പൊളിഞ്ഞ ഹൃദയത്തിന്റെ ഗദ്ഗതങ്ങൾ, നൊമ്പരപ്പെട്ട ആത്മാവിന്റെ ഞരക്കങ്ങൾ, തകർന്ന കിനാവുകളുടെ, പൊട്ടിത്തകർന്ന കിനാവുകളുടെ ചെവിയിൽ മുഴങ്ങുന്നു. പൊട്ടിത്തകർന്ന കിനാവുകൾ കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ, കണ്ണുനീർ കൊണ്ട് നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിന്റെ കൊമ്പിൽ. അതെ, അതുമാത്രമാണ് ഇനി പാടാവുന്ന പാട്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ. കൽക്കണ്ടമാവിലല്ല, കാഞ്ഞിരക്കുറ്റിയിലാണ് ഊഞ്ഞാലിട്ടത്. കാർക്കോടകൻ ചുരുണ്ടുകിടക്കുന്ന മാളമുള്ള കാഞ്ഞിരക്കുറ്റി. അതപ്പോൾ അറിഞ്ഞില്ലല്ലോ. ഈശ്വരൻ എന്നെ ഇങ്ങനെ ചതിച്ചില്ലേ? ഈശ്വരനല്ല, സ്വന്തം അവിവേകമാണ് വഴിപിഴപ്പിച്ചത്. സ്വന്തം അവിവേകം, അതെ, സമ്മതിച്ചു. പക്ഷെ ഈശ്വരൻ എനിക്ക് വിവേകം തന്നില്ലല്ലോ. തരായികയല്ല, അത് ഉപയോഗിക്കായികയാണ്. ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. പാഠങ്ങൾ പഠിക്കുന്നില്ല. പഠിച്ചത് മറക്കുന്നു. ഒരിക്കൽ കാണിച്ച അവിവേകം ആവർത്തിക്കാനല്ലേ ഇപ്പോഴും പുറപ്പാട്? രാജി, വീണ്ടും നിനക്കൊരബദ്ധം പിണഞ്ഞാൽ? തേങ്ങിപ്പോയി. എന്താ, ഉറക്കമാണോ? ആരാണ്? ജനൽപ്പടിയിൽ നിന്ന് മുഖമുയർത്തി നോക്കി. മിസ്റ്റർ ഉണ്ണി. അമ്പരപ്പും ജാള്യതയും തോന്നി. കണ്ണും കവളും ഈറനാണ്. സാരിത്തുമ്പ് പിടിക്കാൻ കൈനീട്ടി. ഓ, ജീൻസാണല്ലോ. കീശയിൽ കൈയിടാൻ ഭാവിച്ചപ്പോഴേക്കും മിസ്റ്റർ ഉണ്ണി കർച്ചീഫ് നീട്ടി. ഇതാ, തുടച്ചോളൂ. താങ്ക് യു. മിസ്റ്റർ ഉണ്ണിയുടെ ഒപ്പമെത്തിയ ജയനും പ്രിയയും ആവശ്യമില്ലെങ്കിലും തിക്കി തിരക്കി ജനാലയ്ക്കരികിൽ ഇരിപ്പ് പിടിച്ചു. പ്രിയ തന്നെ ശ്രദ്ധിക്കാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ ചോദിച്ചേനെ, എന്താ രാജി ചേച്ചി കരയണത്? എന്താണ് മറുപടി പറയുക? മുഖം തുടയ്ക്കുന്നതിനിടയിൽ സൂത്രത്തിൽ മിസ്റ്റർ ഉണ്ണിയെ നോക്കി. ഒന്നും സംഭവിക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത മട്ടാണ്. കണ്ണുനീര് ഒപ്പിക്കഴിഞ്ഞിട്ട് മുഖം തുടച്ചുകൊണ്ടേയിരുന്നു. മനസ്സിന്റെ സമനില കുറച്ചെങ്കിലും വീണ്ടും കിട്ടുന്നവരെ. ഞാൻ അപ്പോഴേ പറയണമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നാൽ പുകയടിക്കുമെന്ന് മറന്നു. ഇത്രയ്ക്കുണ്ടെന്നും വിചാരിച്ചില്ല. കണ്ണില് വല്ലാതെ നീറ്റില്ലല്ലോ. ഇല്ലെന്ന് തലയാട്ടി. എന്തൊരു നയത്തിലുള്ള പെരുമാറ്റം. കരഞ്ഞതിന് മറ്റൊരു വ്യാഖ്യാനം നൽകി തന്നെ ദുർഘടം പിടിച്ച ഒരു ഘട്ടത്തിൽ നിന്ന് എത്ര എളുപ്പത്തിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ബഹുമാനവും അതിലേറെ കൃതജ്ഞതയും തോന്നി. സാരില്ല, മിസ്റ്റർ ഉണ്ണി തുടർന്നു. 10-15 മിനിറ്റും കൂടിയേ സഹിക്കേണ്ടു. എത്താറായി തുടങ്ങി. മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കി. പുലാവുനൂറി ഇപ്പോഴും അകലെ തന്നെ. ജയനും പ്രിയയും കൈ കീഴ്പോട്ടിട്ട് വെള്ളം തൊടാൻ ശ്രമിക്കുന്നു. ജയന്റെ ഷർട്ടിന്റെ കൈ മുഴുവനേ നനഞ്ഞിരിക്കുന്നു. പ്രിയയുടെ കുപ്പായത്തിലും വെള്ളത്തുള്ളികൾ തെറിച്ചു വീണിട്ടുണ്ട്. രണ്ടുപേരും ആഹ്ലാദത്തിൽ മതിമറന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് ആഹ്ലാദിക്കാൻ എത്ര കുറച്ചു മതി.
ഇപ്പോൾ അത്ര പുകയില്ല അല്ലേ? ഇല്ല. എന്തെങ്കിലും പറയാതിരിക്കുന്നത് മര്യാദകേടാവുമല്ലോ. രാജി കർച്ചീഫും മടിയിൽ നിവർത്തി വെച്ച് വൃത്തിയായി മടക്കി. നനവും കൺമഷിയും പറ്റിയിട്ടുണ്ട്. സ്വല്പം വല്ലായ്മ തോന്നി. കർച്ചീഫ് സ്വന്തം കീശയിലുള്ളപ്പോൾ ഇത് സ്വീകരിക്കേണ്ടിയിരുന്നില്ല. തിരിച്ചു കൊടുക്കുമ്പോൾ കൈവിറച്ചു. താങ്ക്സ് പറയണമെന്ന് വിചാരിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. പുറത്തുപോയി നിൽക്കണോ? വേണ്ടെന്ന് തലയാട്ടി. എന്നാൽ ഞാനും കുറച്ചിവിടെ ഇരിക്കാം. മിസ്റ്റർ ഉണ്ണി പ്രിയയെ ഒരു വശത്തേക്ക് പിടിച്ചു നീക്കി ബെഞ്ചിലിരുന്നു. തിരിഞ്ഞു നോക്കിയ പ്രിയ അച്ഛനെ കണ്ടപ്പോൾ ഉത്സാഹത്തോടെ അകലേക്ക് ചൂണ്ടിക്കാട്ടി. സീ ഡാഡി, വാട്ടർഫോൾസ്. യാ, വെരി നൈസ്. ജയനും പങ്കുചേർന്നു. കുട്ടികൾ ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് നോക്കി. പുലാവുനൂറിയിലെ കുന്നിൻ ചെരുവിൽ വെള്ളമൊലിച്ചു ചാടുന്നു. ഇടിയാൻ ഭാവിക്കുന്ന കോട്ടമതില് പോലെ നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടിന്റെ നെറുകയിൽ നിന്നും കീറക്കൊടി ഞാത്തിയിട്ടതുപോലെ തോന്നും. നല്ല ഉയരമുണ്ട്. 150 അടിയെങ്കിലും കാണും. കടക്കിലുള്ള കാട്ടുവൃക്ഷങ്ങളുടെ ശിഖിരങ്ങൾ പകുതി വരെ എത്തുന്നുള്ളൂ. കുന്നിൻ ചെരുവിലും കടൽക്കരയിലും ധാരാളം പാറക്കൂട്ടങ്ങളുണ്ട്. അവയിൽ നിന്ന് ഏറെ ദൂരെയല്ലാതെ കരയ്ക്ക് സമാന്തരമായിട്ടാണ് ബോട്ട് നീങ്ങുന്നത്. ഇവിടെയാണ് എനിക്ക് വരേണ്ടത്, മിസ്റ്റർ ഉണ്ണി പറഞ്ഞു. ജെട്ടിയും ബീച്ചും മറ്റേ സൈഡിലാണ്. ചുറ്റിത്തിരിഞ്ഞു പോണം. ബീച്ച് ജെട്ടിയുടെ അടുത്ത് തന്നെയാണ്. ഇവിടേക്ക് 2-2.5 നാഴികയുണ്ട്. പിക്നിക് എവിടെയാ ഡാഡി? ബീച്ചിൽ. വാട്ടർഫാൾസിന്റെ അവിടെ മതി. പറ്റില്ല, ഇങ്ങോട്ട് വരാൻ വലിയ പ്രയാസമാണ്. വഴിയൊന്നും ശരിക്കില്ല. എനിക്ക് വാട്ടർഫാൾസ് കാണണം. അതിന് വേണമെങ്കിൽ ഇനിയൊരു തവണ വരാം. ഇങ്ങേ സൈഡിലേക്ക് പോണ ബോട്ടിൽ ഇത്തവണ ബീച്ച് മതി. നെക്സ്റ്റ് ടൈം. ഓക്കെ. പ്രിയയ്ക്ക് തൃപ്തിയായി എന്ന് തോന്നുന്നു. എങ്കിലും കൊതിയോടെ വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു കുട്ടി. ഭംഗിയുള്ള കാഴ്ചയാണ്. ഔട്ട്ഡോറിന് ഒന്നാന്തരം ലൊക്കേഷൻ. തമിഴ്നാട്ടിലെ മഷി വെച്ച് നോക്കിയാൽ ഇങ്ങനൊരിടം കാണില്ല. അതുകൊണ്ട് മൈസൂറിലോ കേരളത്തിലോ പോകുന്നു. അല്ലെങ്കിൽ ബാക്ക് പ്രൊജക്ഷൻ കൊണ്ട് ഒപ്പിക്കുന്നു. വെള്ളച്ചാട്ടത്തിന്റെ താഴെ പ്ലൈവുഡ് പാറക്കെട്ടിന്റെ കടക്കൽ ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച പൈപ്പിൽ നിന്ന് ഒഴുകി വരുന്ന ചോലയിൽ കാലിട്ടാട്ടിയിരുന്ന് പാടുന്നു. പാടുകയല്ല, പിന്നണി ഗായികയുടെ പാട്ടിനൊപ്പം ചുണ്ടനക്കുക. ഒറ്റക്കണ്ണൻ രാക്ഷസനെ പോലെ ക്യാമറ നീങ്ങി നീങ്ങി അടുത്തേക്ക് എത്തുന്നു. കട്ട്. ഡയറക്ടർ റാവു നിർദ്ദേശിച്ചിരിക്കുന്നു. ഇനി വെള്ളത്തിലിറങ്ങിയിട്ട് കുളിസി നനഞ്ഞൊട്ടിയ ബ്ലൗസിലൂടെ നാണമാവുന്നു. സിനിമയിൽ ഇതിനപ്പുറവും കാണും. ക്ലോസപ്പിൽ വില്ലന്റെ കയ്യാളുകൾ പിടിച്ചു വലിച്ചു കീറുന്നു എന്നുണ്ടല്ലോ സ്ക്രിപ്റ്റിൽ. ഇത്ര വേണോ വാസുവേട്ടാ? എന്താ ഇതില് നാണാണോ? ഇങ്ങനെയൊക്കെ നാണിച്ചാൽ നടിക്കാൻ പറ്റില്ല. രാജി ഇപ്പോൾ രാജിയല്ല, ജസ്റ്റ് ആൻ ആർട്ടിസ്റ്റ്. ചുറ്റും നിൽക്കുന്നവർ മനുഷ്യരല്ല, ജസ്റ്റ് ടെക്നീഷ്യൻസ്. അവർക്ക് രാജി ഒരു സബ്ജക്റ്റ് മാത്രമാണ്. ഗോ ഹെഡ്. എന്നാലും സാരിയുടെ ചുറ്റഴിക്കാനൊരു മടി. എല്ലാ വിളക്കുകളും എല്ലാ കണ്ണുകളും അമ്പുകൾ പോലെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. റാവു ശുണ്ടിയെടുക്കുന്നു. വേഗമാകട്ടെ, സമയം പോണു. അമച്യൂസിനെ പിടിച്ച് സ്റ്റാർ ആക്കിയാൽ ഇങ്ങനെയിരിക്കും. നോ പ്രൊഫഷണൽ അപ്രോച്ച്. വാസുവേട്ടൻ തോളത്ത് കൈവച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. സാരില്ല, ആദ്യം ഇത്തിരി വിഷമം തോന്നും. ഇത്തിരി കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല. സ്വിമ്മിംഗ് പൂളാണെന്ന് വിചാരിച്ചാൽ മതി. രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലിറങ്ങുന്നു. ഞാൻ ചോദിക്കാൻ മറന്നു, ഇവളുടെ ഡാൻസ് പഠിത്തം എങ്ങനെയുണ്ട്? മനോരാജ്യത്തിൽ നിന്നുണരാൻ ഇത്തിരി സമയമെടുത്തു. തുടങ്ങിയതല്ലേ ഉള്ളൂ. മിടുക്കത്തിയാണ്, ടാലന്റ് ഉണ്ട്. പ്രിയ ഇടകണ്ണിട്ട് നോക്കി. ജയനുമായി സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. കേൾക്കില്ല. അതെന്തോ? മിസ്റ്റർ ഉണ്ണി ചിരിച്ചു. അവൾക്കിപ്പോൾ വേറെ യാതൊരു വർത്തമാനവും ഇല്ല. ഡാൻസിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ. രാജേച്ചിയാണ് ഹീറോയിൻ. പുഞ്ചിരി തൂകി തല താഴ്ത്തി. തന്നെക്കുറിച്ച് എന്തൊക്കെയാണാവോ മിസ്റ്റർ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുറച്ച് ദിവസത്തേക്ക് ഡാൻസിൽ കമ്പുണ്ടാവും. മിസ്റ്റർ ഉണ്ണി തുടർന്നു. അവളുടെ സ്വഭാവം അതാണ്. ഓരോ തോന്നലാണ്. ആദ്യത്തെ മൂച്ച് കഴിഞ്ഞാൽ ചൂടാറും. അതെല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷെ ഡാൻസിന്റെ കാര്യം അങ്ങനെയാണെന്ന് തോന്നണില്ല. പ്രിയ വലിയ താല്പര്യത്തിലാണ്. 2 ദിവസം ഉണ്ടാവും. സൈക്ലിംഗ് ചാമ്പ്യൻ ആവണം എന്നായിരുന്നു മോഹം. പിന്നൊരിക്കൽ പറയണ കേട്ടു സർക്കസുകാരി ആവണം എന്ന്. ഇപ്പോൾ ഡാൻസിലാണ്. കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ. സ്വയം തീരുമാനത്തിലെത്താനുള്ള പ്രായമായിട്ടില്ലല്ലോ. പ്രായമായാലും അവളുടെ സ്വഭാവം മാറുമെന്ന് തോന്നണില്ല. കാരണം മിസ്റ്റർ ഉണ്ണി അർത്ഥോക്തിയിൽ നിർത്തി. എന്താ പറയാൻ കൊണ്ടുവന്നത്? വിശേഷിച്ചൊന്നുമില്ല. എൻ്റെ സ്വഭാവമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഓരോരിക്കലും ഓരോന്നിലായിരുന്നു ഇൻട്രസ്റ്റ്. ഇന്നേവരെയും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല.
അതെന്താ അങ്ങനെ? കൗതുകത്തോടെ മിസ്റ്റർ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. എന്തിലാ ഇൻട്രസ്റ്റ് എന്ന് അറിയില്ല? ഇല്ല, പലതും പയറ്റി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നിലും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയിട്ടില്ല. ലോയർ ആയിരുന്നപ്പോൾ പോലും ശ്രീമാമ പറയാറുള്ളത് മലേഷ്യയിലെ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നാണല്ലോ. സക്സസും സാറ്റിസ്ഫാക്ഷനും ഒന്നല്ല. സത്യം പറഞ്ഞാൽ ലോയർ ആയിരുന്ന കാലത്തായിരുന്നു ഞാൻ ഏറ്റവും ഡിസാറ്റിസ്ഫൈഡ്. ഒരു തൊഴിലെടുക്കണമല്ലോ എന്ന് വെച്ച് തുടർന്നു. ഓ, അതൊക്കെ പഴയ കഥ, ഫർഗെറ്റ് ഇറ്റ്. മിസ്റ്റർ ഉണ്ണി മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അലകളിൽ വീണുടഞ്ഞ സൂര്യരശ്മിയുടെ പ്രതിഫലനം അദ്ദേഹത്തിന്റെ കവിളിൽ വിളർപ്പണച്ചിരുന്നു. അവിടെ പതിവില്ലാത്തൊരു അസ്വസ്ഥത നിഴലിച്ചിരുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു ഭാവഭേദം കണ്ടിട്ടില്ല. എപ്പോൾ നോക്കിയാലും കുലുക്കമില്ലാത്ത ഭാവമാണ്. കണ്ണുകളിൽ ഉരുക്കുമുന പോലെയുള്ള കണ്ണുകളിൽ ഉറഞ്ഞു നിൽക്കുന്ന ആത്മവിശ്വാസത്തിന് ഒരു ഉരച്ചിലും തട്ടാറില്ല. ഇപ്പോൾ അതുകൂടി സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം വലത്തെ കൈയെടുത്ത് പ്രിയയുടെ മുടി തലോടി. തന്റെ ചോദ്യം കഴിഞ്ഞ കാലങ്ങളിലെ അസുഖകരമായ എന്തോ ചില ഓർമ്മകൾ മിസ്റ്റർ ഉണ്ണിയിൽ ഉണർത്തിയെന്ന് തോന്നുന്നു. ഒന്നും ഓർത്തു വെക്കരുത്, എല്ലാം മറക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഓർമ്മ ജീവിതത്തിന്റെ കടക്കിൽ വെച്ച വിഷമാണത്രേ. അച്ഛനോട് പറയുന്നത് അത്രയും താൻ കേട്ടിരുന്നതാണല്ലോ. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തം മാത്രമല്ല, അപകടം കൂടിയാണ്. പിന്നിട്ടുപോയ ഓർമ്മകളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നോ? ഓർമ്മകൾ മധുരമായാലും ശരി, തിക്തമായാലും ശരി, വി ഫോർഗെറ്റ് ടു ലീവ് ഇൻ ദി പ്രസന്റ്. ജീവിക്കാനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം മാത്രമേ നമുക്കുള്ളതാനും. അപ്പോൾ ഇന്നലകളെയും നാളുകളെയും ചൊല്ലി തല പുകയ്ക്കുന്നത്, അങ്ങനെ ഇന്ന് ജീവിക്കാൻ മറക്കുന്നത് അബദ്ധമല്ലേ എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എളുപ്പം തെറ്റിദ്ധരിക്കാൻ വഴിയുണ്ട്. ചത്ത ഇന്നലകളെയും പിറക്കാത്ത നാളെയും വിസ്മരിച്ച് അവഗണിച്ച് ഇന്ന് സൂഹിക്കുക എന്ന ഒരു ഈസി വേദാന്തമുണ്ടല്ലോ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കേട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ മന്ത്രശക്തിക്ക് അടിപ്പെട്ട അനുഭവമായിരുന്നു. ഏതോ മഹത് സന്നിധിയിൽ ചെന്നുപെട്ട പ്രതീതി. പുറമേ കണ്ടു പരിചയിച്ച മിസ്റ്റർ ഉണ്ണി അല്ലായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണോ, സ്വരത്തിലാണോ, ഉച്ചാരണത്തിന്റെ സ്ഫുടതയിലാണോ, എന്തിലാണെന്നറിയില്ല, വല്ലാത്തൊരു ശക്തി സ്ഫുരിച്ചിരുന്നു. അർത്ഥവും സാരവും മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്പ്രവാഹം. ആ മാസ്മര പ്രവാഹത്തിൽ ഒലിച്ചു പോയത് കൊണ്ടാവണം ജിമ്മിന്റെ ഇടപെടൽ കല്ലുകടിയായി തോന്നിയത്. എങ്ങനെയുണ്ട് എൻ്റെ ഗുരു? ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു മഹാനാണ്. ജിമ്മിനെ മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അതേ എന്ന അർത്ഥത്തിൽ തല ചായ്ച്ചു പുഞ്ചിരി തൂകി. കാതും മനസ്സും മിസ്റ്റർ ഉണ്ണിയുടെ വാക്കുകൾ ആവാഹിക്കുന്നതിൽ ജാഗരൂകമായിരുന്നു. മറക്കൂ, കഴിഞ്ഞതൊക്കെ മറക്കൂ. ഈ നിമിഷത്തിൽ ഉണർവോടെ ജാഗ്രതയോടെ ജീവിക്കാൻ ശ്രമിക്കൂ. അച്ഛനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, പക്ഷെ തന്നെ ഉദ്ദേശിച്ചിരുന്നു എന്ന് വ്യക്തമായിരുന്നു. കൂടെ കൂടെ തന്നെ നോക്കിയിരുന്നു, അർത്ഥഗർഭമായിട്ട്. അതെ, അദ്ദേഹം അച്ഛനോടല്ല പറഞ്ഞിരുന്നത്, തന്നോടാണ്. കഴിഞ്ഞതൊക്കെ മറക്കൂ, ഓർമ്മയുടെ മാറാല തൂത്തുവാരി കളയൂ, പുതിയൊരു ജീവിതം തുടങ്ങൂ. സ്പോട്ട്ലൈറ്റ് പെട്ടെന്ന് മുഖത്തു വന്ന് വീഴുമ്പോൾ എന്ന പോലെ താനൊന്ന് ചുളുങ്ങി. എത്രയോ പേർ പറഞ്ഞിട്ടുള്ളതാണ്, ശ്രീമാമ, അമ്മ, മുത്തച്ഛൻ, കാഞ്ചന ടീച്ചർ, ഒരേ വാക്കുകൾ, ഒരേ ഭാവം, ഒരേ വികാരം. പക്ഷേ കണ്ണാടിയിൽ വീണ പ്രകാശരശ്മി പോലെ തെറിച്ചകന്നുപോയി. എന്നാൽ മിസ്റ്റർ ഉണ്ണിയുടെ വാക്കുകൾ നേരെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു, എക്സ്റേ രശ്മികൾ പോലെ. എന്തുകൊണ്ട്? പറയുന്നതിന് പിന്നിൽ തത്വവിചിന്തനമുണ്ടായിരുന്നത് കൊണ്ടാണോ? ആവാനിടയില്ല. കാരണം അതൊന്നും തനിക്ക് മനസ്സിലാവുന്നതേ ഇല്ലല്ലോ. ഒരു പക്ഷേ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ്റെ വിഷാദം മുറ്റിയ മുഖം കണ്ടുകൊണ്ടിരിക്കെ മനസ്സ് തരളമായി തീർന്നത് കൊണ്ടാണോ ആവോ? അല്ലെങ്കിൽ മിസ്റ്റർ ഉണ്ണി ജിം അവകാശപ്പെടുന്നത് പോലെ ചുറ്റും ശക്തി പരത്തുന്ന ഒരു ഉന്നത ഗോപുരമാണോ? രാജി മുഖമുയർത്താതെ കടക്കണ്ണിലൂടെ വീണ്ടും മിസ്റ്റർ ഉണ്ണിയെ വീക്ഷിച്ചു. അതേ ഇരിപ്പാണ്, അതേ മുഖഭാവവും. ഇപ്പോൾ കാണുമ്പോൾ ശക്തി ഗോപുരമാണെന്നൊന്നും തോന്നുന്നില്ല. വാട്ടം തട്ടിയ ചേമ്പിൻ തണ്ട് പോലെ ദുർബലനായൊരു മനുഷ്യൻ. നെറ്റിയിൽ ക്ലേശത്തിന്റെ ചുളിവുകൾ അവ്യക്തമായിട്ടെങ്കിലും വീണു തുടങ്ങിയിട്ടുണ്ട്. പതിവിലുമേറെ പ്രായം തോന്നിക്കുന്നു. തലമുടി വിചാരിച്ചാലും അധികം നരച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കുലീനത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും അല്പം കോട്ടിപ്പിടിച്ച ചുണ്ടത്തെ ഭാവം ഗൗരവമാണ്. ചൂടായി തുടങ്ങിയ വെയിലിൽ മൂക്കിന്റെ നിഴൽ വീണ കവിളത്തും അതേ ഗാംഭീര്യം സ്ഫുരിക്കുന്നു. കണ്ണുകൾ ചക്രവാളത്തിൽ എവിടെയോ കുറ്റിയടിച്ച് കെട്ടിയിരിക്കുകയാണ്. എത്താറായി. മിസ്റ്റർ ഉണ്ണി പെട്ടെന്ന് തല ഉള്ളിലേക്ക് തിരിച്ചു.
ഓർക്കപ്പുറത്താരോ വിരലുകൊണ്ട് കവിളത്ത് കുത്തിയാലെന്ന പോലെ ബന്ധപ്പെട്ട് കണ്ണുകൾ പിൻവലിച്ചു. വല്ലാത്ത ലജ്ജ തോന്നി. തെറ്റ് ചെയ്തുവോ എന്നൊരു ശങ്കയും. താനിങ്ങനെ നോക്കിയിരുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നിരിക്കണം. തെറ്റൊന്നുമില്ല. എന്താ തെറ്റ്? അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചിരിക്കില്ല. ശ്രദ്ധിച്ചാൽ തന്നെ എന്താ? കടലിൽ കുളിക്കാൻ പ്ലാൻ ഉണ്ടോ? മിസ്റ്റർ ഉണ്ണി ചോദിച്ചു. ഹൈ ടൈഡുള്ള സമയമാണ്, സുഖമായിരിക്കും. ഇല്ല, ഞാൻ സ്വിമ്മിംഗ് ട്രങ്ക് എടുത്തിട്ടില്ല. നല്ല ബീച്ചാണ്. ഇത്ര നല്ല ബീച്ച് മലേഷ്യയിൽ വേറെ ഇല്ല. പോർട്ട് ഡിക്സറും പങ്കോറും ഒന്നും ഇതിൻ്റെ വാലുക്കൊക്കില്ല. ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വന്നിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്. മദിരാശിയിലായിരുന്നപ്പോൾ കടലിൽ കുളിക്കാൻ പോകാറുണ്ടോ? നീന്തൽ ഇഷ്ടമാണോ? ഇടയ്ക്കൊക്കെ പോവും. എന്നാൽ ഇനി ഇടയ്ക്കിടെ ഇവിടെയും ആവാം. ഒന്നും പറഞ്ഞില്ല. നീന്തലെന്ന് പറഞ്ഞപ്പോഴേക്കും പലതും ഓർമ്മ വന്നു. മഹാബലിപുരം, കന്യാകുമാരി, കോവളത്ത് വെച്ചാണ് വാസുവേട്ടൻ കണ്ണാടിയിൽ കൊത്തിയ രേഖാചിത്രം പോലെ തെളിഞ്ഞ രംഗം. വേണ്ട, ആ കണ്ണാടിയിലേക്ക് ഇപ്പോൾ കണ്ണയക്കണ്ട. നോക്കുമ്പോൾ കാണുന്നത് രേഖാചിത്രം വികൃതമാക്കിയ സ്വന്തം മുഖം മാത്രമാണ്. വലിച്ചു പിടിച്ചിരുന്ന എന്തോ ഒന്ന് പെട്ടെന്ന് അയഞ്ഞതുപോലെ തോന്നി. എഞ്ചിന്റെ ചീറൽ താണതാണ്. ഝകഝക എന്ന അല്പനേരം ഞൊണ്ടിയ ശേഷം അത് തീരെ നിലച്ചു. അടപ്പൂരിയതുപോലെ ചെവി തുറന്നപ്പോൾ എതിരെയുള്ള മലായിക്കാരികളുടെ സംഭാഷണം കാതിൽ വീണു. വെളുപ്പാങ്കാലത്ത് വേപ്പിൻ കൊമ്പത്തുയരുന്ന കാക്കക്കരച്ചിൽ പോലെ. ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞു. പുറത്ത് കോൺക്രീറ്റ് കാലുകളിൽ കെട്ടിപ്പൊക്കിയ ജെട്ടി അടുത്തേക്ക് നീങ്ങി നീങ്ങി വരികയാണ്. എഴുന്നേറ്റു. ബോട്ടിന്റെ ഉലച്ചിലിൽ വീഴാൻ പോയി. പിടിച്ചോളൂ. മിസ്റ്റർ ഉണ്ണി കൈ നീട്ടി. ശങ്കിക്കാതെ പിടിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ കഴിയുന്നു. വേഗം വരാം. താങ്ക് യു.